നടുത്തള ഈ മുറ്റത്തിട്ടാണ് ശരിക്കും ആ കുട്ടിയെ വെട്ടി കൊലപ്പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. നാല് ഫോണുകളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കാരണം ഈ 2 ഫോണുകൾ വൈഷ്ണവി എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് ഭർത്താവ് അറിയാതെ മറ്റൊരു ഫോൺ സൂക്ഷിച്ചിരുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനാപുരം കലഞ്ഞൂർ പാടത്താണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് കേരളം നടുങ്ങിയ ഒരു വാർത്ത കേട്ടത്. വൈഷ്ണവ് എന്ന യുവതിയും അവരുടെ സുഹൃത്ത് വിഷ്ണുവിനെയും സ്വന്തം ഭർത്താവ് ബൈജു വീട്ടിൽ വെച്ച് വെട്ടി കൊലപ്പെടുത്തിയെന്നുള്ള വാർത്ത. ഞാനിപ്പോൾ നിൽക്കുന്നത് വൈഷ്ണവിയുടെ വീടിന് മുന്നിലാണ്. വൈഷ്ണവിയുടെ വീടാണ് ആ കാണുന്നത്. ഇന്ന് വൈഷ്ണവിയുടെ സംസ്കാര ചടങ്ങുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോടൊന്നും തന്നെ സംസാരിച്ചില്ല. അതോടൊപ്പം അവരുടെ ഒരു മാനസികാവസ്ഥ കണക്കിലെടുത്ത് അവരോട് ഞങ്ങൾ സംസാരിച്ചില്ല. പക്ഷേ ആ വീട്ടുകാർ ചില കാര്യങ്ങൾ, ആ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയുകയുണ്ടായി. സംഭവം നടന്ന ദിവസം വൈഷ്ണവി ഈ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 30 മീറ്ററോളം ദൂരമുള്ള ഈ വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് എത്തിയത് ഈ വീട്ടിലാണ്. ഈ വീടിൻ്റെ ഈ മുറ്റത്തിട്ടാണ് ശരിക്കും ആ കുട്ടിയെ വെട്ടി കൊലപ്പെടുത്തിയതാണ് എന്നാണ് പറയുന്നത്. ഏതായാലും വലിയ ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഈ വീടിനുള്ളിൽ വെച്ചാണ് ഈ വൈഷ്ണവി എന്ന പെൺകുട്ടി ദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവം നടക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ, അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. ഇതിൽ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളൊക്കെ തന്നെ വളരെ ഫേക്കായിരുന്നുവെന്നും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നാട്ടുകാരൊന്നും തന്നെ പ്രതികരിക്കുന്നതൊക്കെ വളരെ ശക്തമായ രീതിയിലും മോശമായ രീതിയിലും തന്നെയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. കാലങ്ങളായി ബൈജുവും വിഷ്ണുവും ഒരുപാട് തടിപ്പണിയുമായി ബന്ധപ്പെട്ടുള്ള സൗഹൃദങ്ങളുടെ ഒരു കഥയാണ് പറയുന്നത്. കാരണം ഇവർ ഈ സംഭവം നടക്കുന്ന ദിവസവും ഒരു പാത്രത്തിലിരുന്ന് കപ്പ പുഴുങ്ങിയത് കഴിച്ചിട്ടാണ് രണ്ടുപേരും പോയത്. രാത്രി 11 മണിയോട് കൂടിയിട്ട് ഈ ദാരുണമായ സംഭവം നടക്കുന്നു. 9 മണിക്ക് ഇവർ രണ്ടുപേരും ഈ മുറ്റത്തിരുന്ന്, ഈ സിറ്റൗട്ടിലിരുന്നാണ് കഴിച്ചത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെയൊക്കെ സുഹൃത്തുക്കൾ, ഈ പറഞ്ഞ ബൈജുവിൻ്റെയും വിഷ്ണുവിൻ്റെയും സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ചേർന്നുണ്ടായിരുന്നു. അവരൊക്കെ ഞങ്ങളോട് പറഞ്ഞു. അവരൊന്നും ഞങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. പക്ഷേ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇവർ തമ്മിലുള്ള സൗഹൃദം ശരിക്കും ആർക്കും വേർപിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും നല്ല സൗഹൃദമായിരുന്നു. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നാണ് ഇവിടെ ഒരു വലിയ ചോദ്യം. സാമ്പത്തികമായ ചില വിഷയങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരുന്നു. അതായത് ഈ വൈഷ്ണവ് 2 ലക്ഷം രൂപയോളം, ഏകദേശം 2.25 ലക്ഷം രൂപയോളം കുടുംബശ്രീയിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്നു. ആ പണവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളാണ് ഇവർ തമ്മിലുള്ള വഴക്കിലേക്ക് എത്തുന്നത് എന്നാണ് പറയുന്നത്. ഈ പൈസ എവിടെ പോയി എന്നുള്ളതാണ് ചോദ്യം. ഇതിൻ്റെ വ്യക്തമായ ഉത്തരം ഈ കുടുംബാംഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വരുമ്പോൾ ഈ സംഭവം നടക്കുന്ന വീട് വളരെ ചെറിയ ഒരു മൺകട്ടയിട്ട വീടാണ്. അതിന് തൊട്ട് താഴെയാണ് ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട് വൈഷ്ണവി പൈസ ചിലവാക്കിയിട്ടുണ്ട് എന്നാണ് ഈ വീട്ടുകാർ പറയുന്നത്. എന്നാൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ബൈജു ഉന്നയിക്കുന്നത്. അതോടൊപ്പം മൊബൈൽ ഫോൺ, അന്ന് ശരിക്കും ഈ പോലീസിൻ്റെ കയ്യിൽ ഇപ്പോൾ 4 ഫോണുകൾ ഇരിപ്പുണ്ട്. അതായത് ബൈജുവിൻ്റെ ഫോണും വിഷ്ണുവിൻ്റെ ഫോണും വൈഷ്ണവിയുടെ 2 ഫോണുകളും അടക്കം 4 ഫോണുകളാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുള്ളത്. കാരണം ഈ 2 ഫോണുകൾ വൈഷ്ണവി എവിടെ നിന്ന് വന്നു, എവിടെ നിന്നാണ് ഭർത്താവ് അറിയാതെ മറ്റൊരു ഫോൺ സൂക്ഷിച്ചിരുന്നത്, ആ ഫോൺ വഴി എന്ത് സന്ദേശമാണ് പാസ് ചെയ്തിരുന്നത്, ഈ സന്ദേശം ആരിലേക്കാണ് എത്തിയിരുന്നത് എന്നുള്ള സംശയങ്ങളാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു കൊലയിലേക്ക് എത്തിയിരിക്കുന്നത്. ഒരു സുഹൃത്തിനെ ഇത്തരത്തിൽ സംശയിക്കത്തക്ക രീതിയിൽ എന്തെങ്കിലും ബൈജു കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ, വിഷ്ണുവിൻ്റെ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ വൈഷ്ണവിയുടെ ഫോണിൽ നിന്നോ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ചോദ്യം. ഈ മാധ്യമങ്ങളിലൊക്കെ തന്നെ പല പല വാർത്തകൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. ഇനി ഇത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുത്തേണ്ടത് പോലീസിൻ്റെ കടമയാണ്. പോലീസ് അതുകൊണ്ട് തന്നെ 4 ഫോണുകളും ഇപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ അടങ്ങിയിരിക്കുന്ന മെസ്സേജുകളും അതോടൊപ്പം ഇവരുടെ സാമ്പത്തിക ബാധ്യതകളുമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും വലിയൊരു സൗഹൃദത്തിനാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ കാരണം അല്ലെങ്കിൽ ഫോൺ വഴിയുള്ള അനാവശ്യമായ ഉപയോഗങ്ങൾ കാരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഏതായാലും ഈ നടുത്തളത്തിലാണ് കഴിഞ്ഞ
ദിവസം ഇത്തരത്തിൽ ദാരുണമായൊരു സംഭവം നടന്നിരിക്കുന്നത്. ഫോറൻസിക്കും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ദാരുണമായൊരു സംഭവം തന്നെയാണ്. ഇവിടെയൊക്കെ തന്നെ ആ ഒരു വെട്ട് കൊണ്ടതിൻ്റെ രക്തക്കറയും പാടും ഒക്കെ തന്നെയുണ്ട്. ഇന്നാണ് ഈ വീട് പരിസരവും ഒക്കെ തന്നെ ഈ രക്തക്കറ പുരണ്ട ഈ പ്രദേശമൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കിയത്. നാട്ടുകാരൊക്കെ തന്നെ ഇപ്പോഴും ഈ ഒരു നടുക്കത്തിലാണ്. കാരണം അവർക്കൊന്നും തന്നെ പ്രതികരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ ഇത്രയും ഡീപ്പായിട്ടുള്ളൊരു സൗഹൃദം രണ്ടുപേർക്കും ഇടയിലുണ്ടായിരുന്നു. ആ സൗഹൃദമാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത്. ഇവിടെ എന്താണ് വൈഷ്ണവി റോൾ, അല്ലെങ്കിൽ വൈഷ്ണവ് കൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം, എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ടത് ഭർത്താവിൽ നിന്ന് മറച്ചു വെച്ചു? എന്താണ് ഇവിടെ സംഭവിച്ചത്? ഈ ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത്.